ഹലോ, എന്താണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടാണ്, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ലായിരുന്നു. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ഇന്ന് കൂത്തുറമ്പിൽ കൂടിയിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയോ? ഇലക്ഷനൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലാ സ്ഥാനാർത്ഥി അനിൽ പുളിക്കൻ ചേട്ടൻ ഇന്ന് വാർഡ് പര്യടനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളെയും വെയിറ്റ് ചെയ്താണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമോളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ചെറിയൊരു സർപ്രൈസാണ്, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആദ്യമോളാണെങ്കിൽ എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ എല്ലാവരെയും നോക്കുന്നുണ്ട്, ചിരിയും കളിയൊക്കെ ആയിട്ട് ആളുടെ സൈക്കിളിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ അനൗൺസ്മെൻറ്റ് വേണ്ടി ഇങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അവരെത്തണമല്ലോ, അതാണല്ലോ മെയിൻ. അപ്പോൾ അവർ അവിടെ കൂത്തുറമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിങ്ങളുടെ എല്ലാവരും കൂടിയും ഒരുമിച്ചാണ് വരണത് കേട്ടോ. അപ്പോൾ നമ്മളിത് അവരെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ വണ്ടികളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സുമേഷേട്ടനാണ് ഇൻട്രോ കൊടുക്കുന്നത് കേട്ടോ. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ പര്യടന പരിപാടി കാലഘട്ടങ്ങളിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്തിനെ ഏത് രീതിയിൽ അവിടുത്തെ സാധാരണക്കാരന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി 100 ദിന കർമ്മ പരിപാടികൾക്ക് നേതൃത്വം നൽകി കേരളത്തിലെ തന്നെ മികച്ച പഞ്ചായത്തുകളിൽ ഒന്നാക്കി മുന്നോട്ട് പോയി. കേട്ടില്ലേ അനിൽചേട്ടനെ കുറിച്ച് പറഞ്ഞത്? ഇതാണ് നമ്മുടെ സർപ്രൈസ്. ആൾ വന്നപ്പോൾ എനിക്ക് ഷാൾ ഇടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമോളെ കൊണ്ട് ഷാൾ ഇടിയിക്കണമെന്നുണ്ടായിരുന്നേ. അപ്പോൾ ആൾ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമോളെ കൊണ്ട് അനിൽചേട്ടനൊരു ഷാളൊക്കെ ഇടിയിച്ച് സ്വീകരിച്ചു കേട്ടോ അങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അവിടെയുള്ള വീടുകളിലെല്ലാം പോയിട്ടാണ്. അപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട്. അനിൽചേട്ടനും മാച്ചുമല്ലേട്ടനും അമ്മയും പിന്നെ അവരുടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരെല്ലാവരും കൂടിയിട്ട് എല്ലായിടത്തും പോയി. ആൾക്കാരൊക്കെ കണ്ടു, വോട്ട് അഭ്യർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ എല്ലാവർക്കും ആൾ ഷേക്ക് ഹാൻഡ് കൊടുക്കലും സംസാരിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് അനിൽചേട്ടൻ സംസാരിച്ചത് കേട്ടോ. അപ്പോൾ ആൾ അത്യാവശ്യം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അടുത്ത വാർഡുകളിലേക്ക് വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ആളെന്താ പറഞ്ഞെന്നുള്ളതും കേൾക്കാം. പാർശ്വവൽക്കരിക്കപ്പെട്ട അധ്വാനിക്കുന്ന അവരുടെ ആവശ്യങ്ങളും ആവലാതികളുമാണ് പ്രിയപ്പെട്ടവരെ ഐക്യജനാധിപത്യ മുന്നണിയും നമ്മളും ഏറ്റെടുക്കുന്നത്. ഈ പാവപ്പെട്ട